വാർത്തക്കാര് ഇത് വളച്ചൊടിക്കുന്നത്. ഈ കൊച്ചിനെ 20 കൊല്ലമായിട്ട്, ഞാൻ കടവരുത്തിക്കാരനാ, 20 കൊല്ലമായിട്ട് എനിക്ക് അറിയാവുന്ന ഈ കൊച്ചിനെ. വളരെ ശാന്ത സ്വഭാവമുള്ള നല്ലൊരു പാവലിപ്പെട്ട കൊച്ച. തിരുമേനി വന്ന് നടത്തിയ ഒരു കല്യാണം, അത് വലിയ ആർഭാടമായിട്ട്. എത്ര രൂപ ഈ കല്യാണത്തിന് വേണ്ടി ഈ പെൺകൊച്ചിന്റെ വീട്ടുകാര് ചെലവാക്കി? അതൊന്നും ഈ ചെക്കന്റെ വീട്ടുകാർക്ക് ഇവരുടെ ബന്ധുക്കൾക്ക് പറയാനില്ലേ? ഇവരെ പറ്റി നല്ല അഭിപ്രായമാണോ ഈ നാട്ടിൽ കേട്ടിട്ടുള്ളത്? വളരെ മോശമായിട്ടുള്ള അഭിപ്രായമല്ലേ ഈ ചെക്കന്റെ ഫാമിലിയെ കുറിച്ചും ഇവരെ കുറിച്ചും ഇതിനു മുമ്പൊക്കെ കേട്ടിട്ടുള്ളത്? ഈ പെൺകൊച്ചിന് ഇത്ര ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെന്തിനാ രാഖി രാമാനം 2 ദിവസത്തിനുള്ളിൽ ഇവ എറ്റിലോട്ട് കയറിപ്പോയത്? ഇവന്റെ വീട്ടിൽ പെൺപിള്ളാരില്ലേ, ഇവന്റെ പെങ്ങളില്ലേ? ഇവരെ വിളിച്ച് പെൺകൊച്ചിനെ ഒന്ന് പരിശോധിക്കാൻ തയ്യാറാവണ്ടായിരുന്നോ? ഇവർ ഈ കണ്ടു എന്ന് പറയുന്നു, ഈ പെൺകൊച്ചി ആളായിട്ട് കയറി കിടന്നു പറയുന്നു. ഇവർ ഈ പെൺകൊച്ചിനെ 6-7 മാസമായിട്ട് പ്രേമിച്ച് വെച്ച് ഇവർ ഈ പെൺകൊച്ചിയോട് കറങ്ങാനും പോയി ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടും ഇവരെ ഒന്നും ചോദിക്കാൻ മേലായിരുന്നു, ഇവരൊന്നും കണ്ടില്ലായിരുന്നു. ഈ വാർത്ത വായിക്കുന്ന ആളുകളെ ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇതിനെ ചതിക്കപ്പെട്ടിരിക്കുന്ന ഈ പെൺകൊച്ച, ഇവര് സ്വർണ്ണം ഊരിക്കൊണ്ട് പോയെന്ന് പറയുന്നു. ഈ പെൺകൊച്ചിന്റെ വീട്ടുകാര് ചിലരെ സ്വർണ്ണമാണ് ഇവര് കൊടുത്തത്. ഇവരൊരു മാലയിട്ട് ഊരിക്കൊണ്ട് പോയെന്ന് പറയുന്നു. അതിനുള്ള പണം ഇവരാരാ കൊടുത്തത്? ഇവരെ വേറെ കുടുംബം കാണും, അല്ലെങ്കിൽ ഇവരായിരിക്കും കുഴപ്പം ഈ ചെറുക്കന്. ആ കൊച്ചിനെ ആത്മഹത്യയുടെ വക്കീലും കൊണ്ടാക്കിയ വെച്ച് ഇത്രയും ആൾക്കാരെ കൊണ്ട് അവൻ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവൻ കടന്നു കളഞ്ഞേ. ആക്ച്വലി ഇന്നലെ ഈ ഒരു ന്യൂസ് മറുനാടൻ ചാനലാണ് ഏറ്റവും അധികം ഈ ന്യൂസ് സബ്ജക്റ്റ് ആക്കിയ ഒരു ചാനൽ. മറ്റുള്ള പ്രമുഖ ചാനലിൽ ഒന്നും വന്നില്ല. അതിനുശേഷം ഈ ഒരു വാർത്ത ചെയ്ത ചാനലുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും അവിടെ വന്ന കമന്റുകളൊക്കെ ഈ പയ്യന് അനുകൂലമായിട്ടാണ്. പക്ഷേ ഈ ഒരു വാർത്ത ഞാൻ ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും വലിയ സംശയം തോന്നി. ഇതിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ചില കമന്റുകളും, അതായത് അതിന്റെ താഴെ വന്ന മറ്റൊരു കമന്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്നുണ്ട്. എനിക്ക് 20 വർഷമായിട്ട് അറിയുന്ന കുട്ടിയാണ് ആ പെൺകുഞ്ഞ്. എന്റെ വീടിന്റെ 1/2 കിലോമീറ്റർ അകലെയാണ് അവരുടെ വീട്. അവരുടെ കുടുംബം എത്രമാത്രം വേദനിക്കുന്നുണ്ടാവുമോ മാധ്യമങ്ങൾക്ക് അറിയാമോ? അവരുടെ കുടുംബത്തെ വെറുതെ വിടും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമന്റുകളും വന്നിട്ടുണ്ട്. എന്നാൽ വലിയൊരു ഭാഗം ആൾക്കാർ ഈ പറഞ്ഞ ചെറുക്കനെ സപ്പോർട്ട് ചെയ്തു. കാരണം ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിയാമായിരുന്നിട്ടും ഈ പെണ്ണും ഈ വീട്ടുകാരോട് കൂടി ഈ ഒരു ചെറുക്കനെ ചതിച്ചു എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ആക്ഷേപിക്കുന്നത് കണ്ട് ആക്ച്വലി ഈ ഒരു മകളുടെ ജീവിതം തന്നെ വലിയൊരു ഭാഗം ആളുകൾ ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഇനി ഈ ഒരു പെങ്കൊച്ചിന് കല്യാണം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ സംശയമാണ്. ഈ പെങ്കൊച്ച് തീർച്ചയായും ഒരു ആത്മഹത്യയുടെ വക്കിൽ തന്നെയായിരിക്കും. ആ കുടുംബത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പെങ്കൊച്ചിന്റെ ആങ്ങള പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു. പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് മാനനഷ്ടത്തിനാണ്. അതായത് ലിജോ എന്ന് പറയുന്ന ഈ നാറി എന്ന് തന്നെ ഞാൻ പറയാം. കാരണം ഇതിൽ എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് 99% ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കറക്റ്റ് തന്നെ ആയിരിക്കും. ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാറില്ല. അത് മാത്രമല്ല, ഈ വിഷയത്തിൽ വലിയൊരു അനുഭവ സാക്ഷ്യം എനിക്ക് ജീവിതത്തിൽ വിദേശത്ത് വെച്ചുണ്ടായ ഒരു സംഭവം നിങ്ങളെല്ലാവരും അറിയണം. അത് പറയാനുള്ള ഒരു സാഹചര്യം ഇത് തന്നെയാണ്. സോ ഇത് കാണുന്ന ആളുകൾ പ്രായപൂർത്തി അല്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ഇത് കാണാതിരിക്കുക. കാരണം അത്തരം കാര്യങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികളും വലിയ മനക്കെട്ടി ഇല്ലാത്തവർ ഈ വീഡിയോ ദയവ് ഇത് ഒഴിവാക്കുക. സോ ഈ ഒരു വിഷയം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഇതിൽ നമ്പർ 1 ഗജബ്രോഡ് ഈ പറഞ്ഞ പയ്യൻ തന്നെയാണ്. ഈ ഒരു പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പെൺകുട്ടിക്കും ഈ ഒരു അവസ്ഥ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് 7 മാസമായിട്ട് ഇവർ ഞങ്ങൾ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതിന് ശേഷം ഇറ്റലിക്കാരനായ ഈ പയ്യനെ കുറിച്ച് മോശം അഭിപ്രായം അവരുടെ നാട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഇവരുടെ കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും അത്ര വെടിപ്പല്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ ഇറ്റലിയിലായിരുന്ന ഈ പയ്യൻ ഈ പറഞ്ഞ പെങ്കൊച്ചുമായി 7 മാസമായിട്ട് പ്രണയത്തിലാകുകയും ഇവർ നാട്ടിൽ വരികയും കല്യാണം നടത്തുകയും ചെയ്യുന്നു. പ്രണയത്തിലാവുന്ന ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പണ്ട് കാലത്തെ കാര്യം നമ്മൾ വിടാം. ഇപ്പം പ്രണയത്തിലാവുന്ന ആൾക്കാർ നാട്ടിൽ വന്നതിന് ശേഷം അവരെങ്ങനെ ഇടപഴകും സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ പയ്യനും ഈ പെണ്ണുമായിട്ട് ഇതേപോലെ ഫോട്ടോഷൂട്ടിന് അടക്കം പോകുന്നു. അവിടെ വെച്ചും ഈ പെങ്കൊച്ചിനോട് അവമര്യാദയായി ഈ പയ്യൻ പെരുമാറി എന്നുള്ള ആരോപണമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പെങ്കൊച്ചിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഈ പെങ്കൊച്ചിന്റെ ഫോട്ടോ പലരും ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഈ പെങ്കൊച്ചിന്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഒരാൾ പറയുകയാണ് ഇതൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് ഒരാൾ ആരോപിക്കുകയാണെങ്കിൽ വലിയൊരു ഭാഗം ആളുകൾ അത് വിശ്വസിക്കും. കാരണം ഈ പെങ്കൊച്ചിന്റെ മുഖത്തൊരു കോടിച്ചയുണ്ട്. ആ കോടിച്ച ആ ഒരു പെങ്കൊച്ചിന്റെ ലുക്കും കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ സംശയിച്ചേക്കാം. എന്നാൽ ഇത്തരം വൈരുദ്ധ്യങ്ങളുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആണുമായിട്ട് സാമ്യമുള്ള പെണ്ണുണ്ട്, പെണ്ണുമായിട്ട് സാമ്യമുള്ള ആണുങ്ങൾ ധാരാളമുണ്ട്. അതൊന്നും ആരുടെയും കുറ്റമല്ല. ചിലപ്പോൾ ജന്മന ഉണ്ടാവുന്നതായിരിക്കാം, ചിലപ്പോൾ ചില ആക്സിഡന്റോ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാവുന്നതായിരിക്കാം. ഇനി അത്ര ഒരു ആരോപണം ഈ പെങ്കൊച്ചിനെ കുറിച്ച് ആരെങ്കിലും പറയുകയാണെങ്കിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇത് ശരിവെക്കും. അത് തന്നെയാണ് ഈ പയ്യനും ഇവിടെ ഉപയോഗിച്ചത്. അതായത് 23-ാം തീയതി ജനുവരി ഇവരുടെ കല്യാണം കഴിയുന്നു. വലിയ രീതിയിലുള്ള ആഡംബരപൂർവ്വമായ ഒരു കല്യാണമായിരുന്നു. തിരുമേനി അടക്കം വന്ന 7-8 ഇതേപോലെ അച്ഛന്മാരടക്കം വന്നൊരു കല്യാണം. ഓർത്തഡോക്സുകാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ഒരു കല്യാണമായിരുന്നു. സോ ആ ഒരു കല്യാണത്തിന് ശേഷം ഫസ്റ്റ് നൈറ്റിൽ
ഈ പറഞ്ഞ പയ്യൻ റൂമിലോട്ട് പോകുമ്പോഴത്തേന് ഈ പെങ്കൊച്ചവിടെ പാന്റും ഷർട്ടും ഇട്ട് ടീഷർട്ടും ഇട്ട് കിടക്കുന്ന കാണുമ്പോഴത്തേന് പെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ച ആളല്ല, ഇത് ചെക്കനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവൻ ഇറങ്ങി വലിയുന്നു. പിറ്റേന്ന് തന്നെ ഈ പെണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം ഇവൻ കൊടുത്തു എന്ന് പറയുന്ന 5 പവന്റെ മാലയും കൊണ്ട് ഇവൻ 2 വർഷത്തിനുള്ളിൽ ഇറ്റലിയിലോട്ട് എമർജൻസി ടിക്കറ്റ് എടുത്ത് കടന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇവൻ ആരെയാണ് പേടിച്ചത്? ഈ പെണ്ണെന്തവനെ കടിച്ചു തിന്നു. ഞാൻ 5-6 പേരോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പരിചയമുള്ള റാന്നിക്കാരോട് ഈ വിഷയം സംസാരിച്ചിരുന്നു. ചിലർക്ക് അറിയാം, ചിലർക്ക് അറിയത്തില്ല. അപ്പൊ ഈ ഒരു വോയിസ് ഇതിൽ എത്ര ജെനുവിനിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കാം. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ പറയുന്ന പെൺകൊച്ചിന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഈ ഒരു പെൺകൊച്ചിന്റെ ആംഗള തന്നെ ഇപ്പോൾ പറയുന്നത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അവർ തയ്യാറാണ് എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള ട്രാൻസ്ജെൻഡർ ആയ ഒരു പെൺകുട്ടി ഒരിക്കലും ഒരു പുരുഷനെ, അതായത് ഈ രീതിയിൽ കബളിപ്പിക്കാൻ ശ്രമിക്കില്ല. ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ഒരുപക്ഷെ സ്നേഹിച്ച് കെട്ടാനും ഇതുപോലെ രഹസ്യമായിട്ട് കല്യാണം നടത്താനും ഒക്കെ ശ്രമിച്ചേക്കാം, ഒളിച്ചോടാനൊക്കെ ശ്രമിച്ചേക്കാം. പക്ഷെ ഈ രീതിയിൽ ഇത്രയും അധികം അച്ഛന്മാരെയൊക്കെ വിളിച്ച്, തിരുമേനി അടക്കം വിളിച്ച് ഈ രീതിയിൽ വലിയ ഭക്തിയോടുകൂടി ഒരു കല്യാണം നടത്തി അതിനുശേഷം ഒറ്റ ദിവസം കൊണ്ട്, അതായത് പിറ്റേ ദിവസം തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ആരും ഒഴിഞ്ഞു പോകുന്നുള്ള കാര്യം വ്യക്തമാണ്. സോ അത്തരം ഒരു മൂഢത്വം ഒരു പെൺകുട്ടിയും കാണിക്കത്തില്ല. മാത്രമല്ല ഈ പെൺകുട്ടി നേഴ്സാണ്, ദുബായിൽ. അത്തരം ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ ഒരു പെൺകൊച്ചിനെ എന്തുകൊണ്ടായിരിക്കാം ഇവൻ ഉപേക്ഷിച്ചു പോയത്? ഒന്ന്, ഇവൻ വലിയ ഫ്രോഡായിട്ട്. രണ്ടാമത്, ഇവൻ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തി പെൺകൊച്ചിന്റെ സ്വർണവും അടിച്ചു മാറ്റിയെന്ന് പറയുന്നു. മൂന്നാമത് 2 സാധ്യതകളുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഞാൻ അബുദാബി എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത്, അതായത് എനിക്ക് അവിടെ മേൽനോട്ടമായിരുന്നു. ഒരു ഇന്തോനേഷ്യക്കാരിയായ ഒരു പെൺകുട്ടി ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്യുന്നതാണ്. ഏതാണ്ട് 5-6 സ്റ്റാഫുകൾ അവിടെ, അതായത് ഒരു പ്രത്യേക വിങ് ആണ് അവിടെ എയർപോർട്ടിൽ. 5-6 സ്റ്റാഫുകൾ ഹൗസ് കീപ്പിംഗിലുണ്ട്. മോസ്റ്റ് ഓഫ് ദം ഫിലിപ്പീൻസ് ആണ്. 2 ബംഗാളി മെയിൽസ് ഉണ്ട്. അതുപോലെ ഈ ബാക്കി ഫിലിപ്പീൻസും ഈ ഒരു ഇന്തോനേഷ്യക്കാരി 2 പെൺപിള്ളേരും ഉണ്ട്. അതിൽ ഈ ഒരു പെൺകൊച്ച് വളരെ സുന്ദരിയായിട്ടുള്ള, വളരെ ബോഡി സ്ട്രക്ചറും ഒക്കെ ഉള്ള ഒരു പെൺകൊച്ചാണ്. ഒരു 10-28 വയസ്സ് വരും. ഒരു ആണുങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ഈ പെൺകൊച്ചിന്. അപ്പൊ ഈ പെൺകൊച്ച് ആദ്യ കാഴ്ചയിൽ എന്നോട് യു ലുക്ക് വെരി ഹാൻഡ്സം എന്നോട് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. പക്ഷേ ഇത് കേട്ട് നിന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഫിലിപ്പീൻസ് ആണ് കൂടുള്ള മറ്റു സ്ത്രീകൾ. അവർക്ക് ഈ പെൺകൊച്ചിനോട് ഒരു അസൂയുണ്ട്. കാരണം ഈ പെൺകൊച്ചിനെ കാണാൻ നല്ല ഗ്ലാമറാണ്. അവിടെ ഫോറിനേഴ്സ് ആണ് കൂടുതലും ഉദ്യോഗസ്ഥന്മാരുള്ളത്. അവരെല്ലാം ഈ പെൺകൊച്ചിനോട് സംസാരിക്കുകയും ഇതിനെ ആരും ഇഷ്ടപ്പെടും കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഫിലിപ്പീനുകൾ ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ പറഞ്ഞ സംഭവം ഒക്കെയാണ്. പക്ഷെ അവള് പുരുഷനാണ്, പെണ്ണല്ല, പുരുഷനാണ്. അവള് നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേന് ഫിലിപ്പീൻ ബോയ്സും ഗേൾസും ഒക്കെ നമ്മുടെ അത്രയും ക്ലോസ് ആണ് നമ്മളുമായിട്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞത് ഇവളാണാണ്, ഇവള് നിന്നാണ് മൂത്രം ഒഴിക്കുന്നത്, ഇവക്ക് ആണുങ്ങളുടെ ലൈംഗിക അവയവമാണുള്ളതെന്ന് എന്നോട് പറഞ്ഞു. സോ ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എനിക്കിത് അറിയണമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. ഈ പെങ്കൊച്ചിനോട് പറയാനും പറ്റത്തില്ല, ഇന്ന് കാണിച്ചു തരാൻ ചോദിക്കാനും പറ്റത്തില്ല. സോ വലിയ രീതിയിലുള്ള ഒരു പ്രചാരം അതിനുശേഷം പൊതുവെ എല്ലാവരും അവിടെ ഈ പെങ്കൊച്ചിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു രീതിയിലാണ്. ആർക്കും സംശയം തോന്നിയേക്കാം. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞ് ഈ പെങ്കൊച്ച് നാട്ടിലോട്ട് പോയി, ഇന്റർനാഷണലിലോട്ട് പോയി. അവിടെ പോയി ഈ പെൺകുട്ടി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം ഇത് ഗർഭിണിയാവുന്നു, പ്രസവിക്കുന്നു. ഇതിന്റെ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഫോട്ടോ കാണാൻ, ഗർഭിണിയാവുന്നു, പ്രസവിക്കുന്നു. ഇപ്പൊ എനിക്ക് വന്ന 2 കുട്ടികളുള്ള ഒരു കുടുംബിനിയായിട്ട് ഈ പെങ്കൊച്ച് കഴിയുന്നു. അന്ന് ഈ കൂടുതലുള്ള ഫിലിപ്പീനുകൾ എന്നോട് പറഞ്ഞൊരു കാര്യം, അതായത് ഈ പെങ്കൊച്ചിന് ലൈംഗിക അവയവം പുരുഷന്റെ ആണെന്ന് ഇവർ സംശയിക്കാനുള്ള പ്രധാന കാരണം അത്തരം അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ധാരാളം പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ കാര്യമല്ല, പക്ഷെ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. അതായത് സ്ത്രീകളുടെ ഈ ലൈംഗികാവയവത്തിൽ ഈ ക്ലീറ്റോറസിൽ വലിപ്പം കൂടിയവരും കുറഞ്ഞതുകൊണ്ട്, മലയാളത്തിൽ പറയുന്ന ഈ ക്രിസരി എന്ന് പറയുന്ന, അതായത് സ്ത്രീകൾക്ക് ലൈംഗിക ഉത്തേജനവും ഏറ്റവും അധികം നൽകുന്ന സ്ത്രീകളുടെ ബോഡിയിലെ ഒരു പാർട്സ് ആണ് ഈ പറഞ്ഞ ക്ലീറ്റോറസ്. ഈ ക്ലീറ്റോറസ് വലിപ്പം കൂടിയവരും കുറഞ്ഞതും വലിയ രീതിയിൽ വലിപ്പ വ്യത്യാസമുള്ളവരും ഉണ്ട്. ഒരുപക്ഷെ ചിലർക്ക് ഇത് പെട്ടെന്ന് കാണുമ്പോഴത്തേനും അയ്യോ ഇത് ശിഖണ്ഡിയാണോ, ഇതൊരു പുരുഷനാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കുറച്ച് മുൻപോട്ട് തള്ളി നിൽക്കുന്ന ക്ലീറ്റോറസ് ഉള്ള പല പെൺകുട്ടികളും ഉണ്ട്. ഇതാരും പുറത്ത് പറയാറില്ല, ഇതാരും കാണുന്നില്ല. ഒരുപക്ഷെ ഇവരുടെ കൂടെ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന സുഹൃത്തുക്കൾക്ക് ഇത് കാണാനുള്ള അവസരമുണ്ട്. എന്ന് കരുതി ഇത് ഒരു പെൺകുട്ടി അല്ലാതാവുന്നില്ല. ഇതിനെ ഗർഭം ധരിക്കാനും പറ്റും, യൂട്രസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് ശിഖണ്ഡി ആവുന്ന എപ്പോഴാണ്? ഇതിന് യൂട്രസ് ഇല്ലാതിരിക്കുക, ഗർഭം ധരിക്കാൻ കഴിയാതിരിക്കുക, പെണ്ണുങ്ങളുടെ ലൈംഗിക അവയവം ഇല്ലാതിരിക്കുക, ഈ പറഞ്ഞ സംഭവം മാത്രമാണുള്ളതെങ്കിൽ തീർച്ചയായും ഇതൊരു ശിഖണ്ഡിയാണ്, അബ്നോർമൽ ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ ക്ലീറ്റോറസിന്റെ വലിപ്പത്തിലോ ഈ ഷേപ്പിലോ വ്യത്യാസം കണ്ടെന്ന് കരുതി അത് പെണ്ണല്ല, അത് പകുതി ആണാണ് എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഇത്തരം ആൾക്കാരിൽ കുറച്ച് സെക്സ് ഡ്രൈവ് കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളെന്നാണ് എൻ്റെ ഈ ചെറിയ അറിവിൽ വെച്ച് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഈ ഒരു കേസിൽ ഒരുപക്ഷെ അത്തരം ഒരു സാധ്യതയും കൂടെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ പൊടുന്നനെ ഈ ഒരു പെങ്കൊച്ചിനെ കണ്ടപ്പോൾ അത്തരം എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഈ പെങ്കൊച്ചിനെ കണ്ടിട്ട് അതൊരു ശിഖണ്ഡി ആണെന്ന് കണ്ട് ഇവനെ ഇറങ്ങിപ്പോകാനുള്ള ഒരു വലിയ സാധ്യത ഞാൻ ഈ കാണുന്നുണ്ട്. അത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ സംഭവിച്ചത്. എന്നാൽ ഇത്തരം ആരോപണം നേരിടുന്ന ഈ പെൺകുട്ടികൾ അവർ അവരുടെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിയായിട്ട് സാധാരണ പോലെയുള്ള യുവതികളായി മാറിയിട്ട് പ്രസവിച്ച് അമ്മയാവാനുള്ള എല്ലാ ശേഷിയുള്ളവരാണ്. ഈ പറഞ്ഞ മാരണം കുറഞ്ഞ പെൺകുട്ടികളെ കാണുമ്പോഴത്തേന് സ്വാഭാവികമായും പണ്ട് പറയുന്ന നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേന് ചില
മാരടം കൂടുതലുള്ള പെൺപിള്ളാരെ കളിയാക്കാൻ വേണ്ടി ആളുകൾ പറയും എൻ്റെ മാരടം ആരോ കൂട്ടുന്നതാണ്, ലവേഴ്സ് കൂട്ടുന്നതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും കൈകാര്യം ചെയ്യുന്നതാന്നൊക്കെയുള്ള വിഡിതം പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും കൂടുന്നൊരു സാധനമല്ല ഈ മാരടം. ഈ മാരടം ഇല്ലാത്തവർക്ക് എല്ലാ കാലവും മാരടം കാണത്തില്ല. അതൊക്കെ ഈ ഓരോ ഹോർമോണിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ശരീരം പുഷ്ടിയാവുന്നതോടുകൂടി അതിലും മാറ്റം ഉണ്ടാവും. സോ ഈ ഒരു വിഷയത്തിലും ഞാൻ മനസ്സിലാക്കുന്നത് 100% ഇവരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു ചീറ്റിംഗ് ആണ് ഈ അപരാധി ഈ തെണ്ടിച്ചിറക്കം നടത്തിയിരിക്കുന്നത്. ദുബായിൽ ഇവൻ പോയതിനു ശേഷം ചേച്ചിയെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച ഒരു ബോഡി സ്ട്രക്ചർ അല്ല ഈ പെൺകുട്ടിക്ക് ഉള്ളതെന്നാണ്. സോ ഞാൻ മനസ്സിലാക്കുന്നത് ഇവൻ ഉദ്ദേശിച്ച ഒരു ബോഡി സ്ട്രക്ചർ അല്ലാത്തത് കൊണ്ട് ഈ പെൺകുട്ടി ഈ ശിഖണ്ഡി ആണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ചെറിയ സാധ്യതയും ഒരുപക്ഷെ ആരും ചിന്തിക്കാത്തൊരു സാധ്യതയാണ് ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. തീർച്ചയായും ഈ കുടുംബം ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോയതിനു ശേഷം തെളിയിക്കുമെന്നാണ് ഈ കുഞ്ഞിന്റെ ആങ്ങള പറയുന്നത്. ആങ്ങളയുടെയൊക്കെ ഒരു അവസ്ഥ അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ആങ്ങളെയും അമ്മയും തന്തയില്ലെന്നാണ് പറയുന്നത്. കുട്ടിക്കാലം തൊട്ട് ഈ കൊച്ചിനെ കണ്ടു വളരുവാണ്. എന്തെങ്കിലും അബ്നോർമാലിറ്റി ഈ കുഞ്ഞിനുണ്ടെങ്കിൽ ഒരിക്കലും ഈ കുഞ്ഞിനെ ഇത് രഹസ്യമാക്കി വെച്ച് കല്യാണം കഴിപ്പിക്കാൻ ഇവർ തയ്യാറാവുമായിരുന്നു? ഒരിക്കലും ചെയ്യത്തില്ല, ഒരാളും ചെയ്യത്തില്ല. സോ ഇവിടെ വലിയ രീതിയിലുള്ള ചീറ്റിങ്ങും തെണ്ടിത്തരവും കാണിച്ചിരിക്കുന്നത് ഈ അപരാധി മോൻ തന്നെയാണ്. ഇവനെ എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.